ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനൊരു സുഖമായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു യാത്ര പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. 3 സ്ഥലം കണക്കാക്കിയാണ് ഞാൻ പോകുന്നത്. 1 മാസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകാവേ വന്നേക്കാവേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്കാണ് ഒന്ന് പോകുന്നത്. ആദ്യം നമ്മൾ വേറൊരിടത്ത് പോകും, അത് കഴിഞ്ഞ് നമ്മൾ വേറൊരിടത്ത് പോകും, അത് കഴിഞ്ഞ് നമ്മൾ വേറൊരിടത്ത് പോകും. അപ്പം 3-4-5 ദിവസത്തേനുള്ള സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാനേ നല്ല വേദനയാണ്. ഇതെങ്ങനെ തൊളയിട്ടുകൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. വലിയ വണ്ടക്കെട്ടൊക്കെ ആയിട്ട് ചേട്ടാ ചോദിച്ചാൽ തിരിച്ചിങ്ങോട്ട് പോരുന്നില്ല, അവിടെ തന്നെ കൂടാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. ബാഗൊക്കെ കണ്ടപ്പം പിന്നെ ഹാൻഡ് ബാഗും എടുത്തിട്ടുണ്ട്. വലിയ ബാഗ് നമുക്ക് ചെല്ലുന്നിടത്ത് വെച്ചിട്ട് കുഞ്ഞു ബാഗ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ മതിയല്ലോ. അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കുറേയേറെ ദൂരം യാത്രയുണ്ട്. അപ്പം ശരിക്കും ബസ്സിനാണ് പോകുന്നത്. ശരിക്കും ക്ഷീണിക്കും, എന്നാലും കുഴപ്പമില്ല. സന്തോഷമുള്ള യാത്രയാണ്. പോകണമെന്ന് ആഗ്രഹിക്കുന്ന പെട്ടെന്ന് നടത്തി തരുന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഇന്നലെ തിരികെ കത്തിച്ച് വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പോയിട്ടൊക്കെ വരാം. എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമാവും, സന്തോഷമാവും. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം കേട്ടോന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ബോട്ടൊക്കെ വന്നാലും പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുകയായിരിക്കാം. വണ്ടിയിൽ കയറുന്ന മൈൻഡ് ഓഫായി പോയെങ്കിൽ വീഡിയോ ഒന്നും എടുക്കത്തില്ല. നോക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ചൂടുകാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് ക്ഷീണമാവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് സുധാമ മേടിച്ച് തന്നാണ്. ദിയുടെ ബർത്ത്ഡേക്ക് അമ്മയുടെ അടുത്തിട്ട് വന്നിട്ടുണ്ട് പോയി. സ്കൂട്ടിയിൽ അങ്ങോട്ട് പോയി സ്കൂട്ടിയെ കൊണ്ട് വന്നു. ഒന്ന് വിയർക്കോ ചെളിയാവുകയും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് തന്നെ ഇട്ടുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ബൈ. 2-3 കുഞ്ഞുകൂടി കരിഞ്ഞിട്ടുണ്ട്. അത് വെട്ടി ഭാഗത്ത് വെച്ച് എത്തുന്നോടം വെച്ച് വെട്ടണം. വെട്ടിയിട്ട് കൊടികൾക്ക് ചൂടി കൊടുക്കണം. അപ്പം നീ ചേട്ടായി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ രാവിലെ എന്നിട്ട് 6 മണിയാകുമ്പോൾ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചാൽ മതി. അല്ല കൊടിയെല്ലാം മാടിപ്പോവേ, ഒഴിച്ചേക്കണേ. അതാ പറഞ്ഞേ, ഭയങ്കര ചൂടാന്നേ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. ഒരു ദിവസം ഒഴിച്ചില്ലേ പിന്നെ വലിയ പ്രശ്നമാവും. 2-3 കൊടി വാടി നിൽപ്പുണ്ട്. അതിനാ ഓല വെട്ടി കുത്തി കൊടുക്കണമെന്ന് അപ്പച്ചേട്ടൻ 2 ദിവസം മുമ്പ് പറഞ്ഞ. പോവാട്ടോ, പോയിട്ടൊക്കെ വായോ, പോയിട്ടൊക്കെ സന്തോഷമായിട്ട് വായോ എന്ന് പറഞ്ഞ് ചേട്ടാക്ക് ഇപ്പോൾ യാത്ര ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ വരികയില്ല. എന്നാലും എന്നാ എന്തോ വേണ്ട പൈസ വല്ലതും വേണമെന്ന് അവിടെ ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം കൊണ്ടു തന്ന പൈസ ഇവിടെ ഇരിപ്പുണ്ട്. അത് മതിയല്ലോ. ദൈവമേ പാവം. എനിക്കിപ്പോൾ ചേട്ടനെ ഇട്ടിട്ട് പുറത്തോട്ടും പോകാൻ വലിയ ഇഷ്ടമില്ല. പിന്നെ ഇത് അത്യാവശ്യ കേസായതുകൊണ്ട് ഞാൻ പോവുക. അല്ല, നമുക്ക് അത്യാവശ്യത്തിന് പോകാതിരിക്കാനും പറ്റിയല്ലോ. പെണ്ണുമ്പിള്ളയോടും കൊച്ചിനോടും ഒന്നും പറയാതെ എന്നെ തിരികെയാണ്. അയ്യോ, അതെ, ഉത്സവം കൂടാനായിട്ട്. അയ്യോ, മടുത്തെന്ന് വെച്ചാൽ മടുത്തു. ഇന്നും ശരിക്കും മടുത്തു. ചൂടുമല്ലേ? അല്ലെങ്കിലും പറ്റിയല്ലേ എനിക്ക് ഈ സമയത്ത്. അയ്യോ, നോക്കിയോടെ കാണിക്കുന്ന പൂത്തിരിക്കുന്നേ. എന്തൊരു രസം. ഇല്ല, കിട്ടത്തുമില്ല അല്ലേ? വന്ന വഴിക്ക് എല്ലാം കണ്ടു കാണിക്കുന്ന നിറച്ച് പൂത്ത് നിൽക്കുന്നേ. അമ്മയോട് പറഞ്ഞോ? അമ്മയോട് പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ വരോന്ന് ചോദിച്ചു. ആണോ? വരോന്ന് ചോദിച്ചു. ആണോ? നിങ്ങൾക്ക് അമ്പലത്തിലായിരുന്നോ ചോറൊക്കെ? ചോറ് അവര് കഴിക്കാൻ പോയി. അമ്മ അച്ഛനും പോയിന്നുണ്ട്. ആണോ? നീ ചെന്നിട്ട് നമുക്ക് പോവാം. അല്ല പിന്നെ ദേവിയുടെ പിറന്നാളല്ലേ? അതെ, പോയി അവിടുന്ന് കഴിക്കാം. അതിനും വേണം ഒരു യോഗം. ഇത്രയും വർഷമായിട്ട് എല്ലാ വർഷവും സുധാമ വിളിക്കുന്ന, പക്ഷെ വന്നിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. കൊച്ചിനെ അങ്ങന്മാടി വിട്ടോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ആണോ? നിന്ന് തിരിയാനുള്ള സമയം കിട്ടില്ല. അമ്പലത്തിലോട്ട് പോക്കണോ അല്ലേ? ഇന്ന് രാത്രി വരെ പരിപാടി? ഇന്ന് രാത്രി വരെ പരിപാടിയാ. ഇപ്പൊ നമ്മുടെ അവിടെ നിന്നാണ് നമ്മുടെ സെറ്റുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങണേ. ആണോ? അപ്പൊ അങ്ങോട്ട് പോണം. കമ്മിറ്റിയിലുള്ളതിനോട് മാറിക്കാൻ പറ്റത്തില്ല. നന്നായി. അതുകൊണ്ട് ഞാൻ പിന്നെ മടിച്ചതാ. പിന്നെ ഞാൻ ഓർത്താ ഉത്സവം കാണാലോ. പക്ഷെ ഇക്കൊല്ലാണെങ്കിലോ മത്സരമില്ല. ആണോ? മത്സരമില്ലാത്ത ആരുണ്ട് താഴ്ത്തിയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ആഡംബരമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം പരിപാടി കുറവാ. അടുത്ത പ്രാവശ്യം ഉണ്ടാവും അടിപൊളിയായിട്ട്.
അപ്പോൾ അമ്മുവിനോട് പറയാതെ വന്നിട്ടുണ്ട്. അമ്മു ഉണ്ടോ അമ്മയുണ്ടോ ആരുണ്ടോ ഒന്നും അറിയത്തില്ല. ഒന്ന് ഓണടിച്ചേ. വണ്ടി കിടപ്പുണ്ടല്ലോ, സ്കൂട്ടി. അതാ റെഡിയോ? ആ, തത്തമ്മയുടെയോ? എന്നാ എന്നാ ഇതാണ് ഈ സർപ്രൈസ് സർപ്രൈസ് പറയുന്നത്. ആണോ? ചൂരയുടെ തിപ്പ് കടന്നു. ഇതിന് നല്ല പൂപ്പിയാണല്ലോ, ഒരു ചല്ല പൂപ്പിയാണല്ലോ. എന്റെ പൊന്നെ മതി. ആണോ? ഓ, അതുകൊണ്ട് ഇപ്പൊ സുന്ദരി 3 മറിയാമകളെ കണ്ടില്ലേ? ആണോ? എന്ത് ചെയ്യുമേ ചൂനെ? ചൂനെ ഞാൻ പറയാതെ വന്നാ ഇവിടെ ആരെങ്കിലും കാണുമോ? ഞാൻ എന്റെ ചെറുക്കനോട് മാത്രം പറഞ്ഞു. ഞാനും കുഴപ്പമില്ല. ഇതാണ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഇതാന്ന് തയ്ച്ചേ. ഇച്ചിരി ടൈറ്റാന്ന് തോന്നുന്നു. ഫ്രണ്ട് ഇച്ചിരി ടൈറ്റാന്ന് തോന്നുന്നു അല്ലേ? അത് അയച്ചുവിടായില്ലായിരുന്നോ? ഇല്ലേ? ഓ, ആന്റി 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 സിന്ധമ്മ വന്നു. ആണോ? ഞാൻ ഈ എന്ത് ചെയ്യും? അമ്മച്ചിയുടെ ചൂനയുടെ വീട് ഇതാണോ? ഇതാണോ ചൂനയുടെ വീട്? ഇതാരുടെ വീടാ? ഇതാണോ നിന്റെ വീട്? ആണോ? ഇതാരാ ഇത്? അതാരാ നിന്റെ? പായു എന്തിയെ? പാറുവിനെ കൊണ്ടുവന്നില്ലേ? താലി കെട്ടാൻ വേണ്ടി പോയി. ഇന്ന് അവരുടെ വീട്ടിൽ താലി. അപ്പൊ ഇത് കേട്ടാൻ വേണ്ടി പോയി. ഇവള് പോയില്ല. ഇവള് കാറ് വിളിച്ചിരുന്നു രാവിലെ ഇവിടെ. ആണോ? ഞാനൊന്നുമില്ലേ. ആണോ? ഭയങ്കര ശർക്കശൊക്കെ കേട്ടോ, ഭയങ്കര ശർക്കശ്. ഇവിടെ വലിയ വില്ലത്തിയാണോ മോനെ? ഇവിടെ ചട്ടമ്പിയാണോ? ഇവിടെ ചട്ടമ്പിയാണോ? ഇവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടോ കൊച്ചിനെ? ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ചേച്ചിന് വഴക്കുണ്ടാക്കുന്നുണ്ടോ നീ? ഓ, എൻ്റെ ഇത് നല്ല പൂപ്പിയാണല്ലോ. ഈ കളർ ഇല്ലാത്തൊരു ഉടുപ്പായിരുന്നു അല്ലേ? ഏകദേശം ഒരേ പോണം കേട്ടോ. സിന്ധമ്മ വന്നോടി. വെള്ളം തരട്ടെ? ആ, പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഒരു സാധനം ഇല്ലല്ലോ വെച്ച്. ഇല്ല, ഞങ്ങൾക്ക് ഫുഡ് അമ്പലത്തിലല്ലേ. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മ ആധാരം എടുത്തിട്ടുണ്ടോ? ഈറ്റങ്ങളെ കൊണ്ടൊക്കെയല്ലേ പോകുന്നത്. അതെ, ഒന്നും കാണാൻ വയ്യ. ഞങ്ങള് മധുരയും മൂങ്ങയുമാണ്. ചൂന കുത്തി പിടിച്ചാലും മൂഞ്ച കുത്തി പിടിക്കല. ആ, 50 രൂപയുടെ സാധനം അത്. 50 രൂപ സാധനത്തിന്. ഞങ്ങളും ഞെട്ടി നിൽക്കുകയാണ്. വിച്ചു വീഡിയോയുടെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും വിച്ചു ചതിയായി. ചതിയായി. എല്ലാ പ്രാവശ്യം വരുമ്പോ പറയും ഇവനോട് വഴി ചോദിക്കും. ചാലക്കുടി വന്നിട്ട് ചേച്ചിക്കുട്ടിയായി. ആദ്യം വന്നപ്പോ ഇത്ര ഉള്ളായിരുന്നു. അതെ, ഇപ്പൊ ചേച്ചിക്കുട്ടിയായി. ചേച്ചിക്കുട്ടിയായി കുഞ്ഞി ചേച്ചി അല്ലേ? എനിക്ക് ജാനിയുടെ ഉടുപ്പാ ഇഷ്ടായത്. കൊള്ളാല്ലേ? പൊട്ടിക്കുന്നതിനായി ഒരു ഒച്ച കേട്ടോ. പൊട്ടിക്കണോ? ഭയങ്കര സ്നേഹമൊക്കെയാ. ഭയങ്കര സ്നേഹമൊക്കെ ആട്ടോ 3 പേരുടെ. എന്നാലും എന്റെ ഡാഡി ഇത് ഭയങ്കര ഷോക്ക് സർപ്രൈസ്. ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾക്ക് അറിയില്ല എന്നല്ല. അല്ല, അമ്മയ്ക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമ്മ ഇന്നലെ എനിക്ക് സൂചനയൊക്കെ തന്ന്
ഗസ്റ്റ് വരുമ്പോ എന്തുകൊടുക്കും ഞാൻ ചോദിച്ചാൽ ആരമ്മ ഗസ്റ്റ് വരുന്നത് അപ്പൊ അല്ല കുടുംബക്കാര് വരാമല്ലോ ആരെങ്കിലും ഒക്കെ വരാമല്ലോ. ആ ഇവിടെ എല്ലാ വീടുകളിലും വീട്ടിൽ എല്ലാ മരുമക്കളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ദൈവമേ 5.5 മണിക്കൂർ ബസ്സില് എനിക്ക് നേരത്തെയൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഈ സ്കൂട്ടിയെ നടക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ബസ് കാണുന്നത് അലർജിയാ. അതെല്ലാവർക്കും അങ്ങനെയാ, എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഭയങ്കര തിക്കും ഭയങ്കര വെയിലും കേറിപ്പോ മോലുള്ള വെയിലാ. ആ ഗ്ലാസും കിട്ടിയാലും കുളിച്ചിട്ടൊക്കെ വന്നാ ഇനിയിപ്പൊ ഡ്രസ്സൊന്നും വന്നില്ല. ബസ്സാലൊക്കെ ഉള്ളില് കേറുന്നില്ലല്ലോ. ഉള്ളില് നമുക്ക് ചുമ്മാ ഒന്ന് ചുറ്റി വൈകിട്ട് ഉള്ളില് കയറാം, ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം. പോയി ഇച്ചിരി പ്രസാദമൊക്കെ കഴിച്ചിട്ട് വരാം. അതെ, അതൊരു ഭാഗ്യമാണ്. ആ കറക്റ്റ് ദിവസം തന്നെയാ കേട്ടോ വന്നത്, കറക്റ്റ് ദിവസം തന്നെയാ വന്നത്. ഇന്നുകൂടെ തീരുവാ. അടിപൊളി. ഇതപ്പത്ത് ഇച്ചുമ്മ വന്ന ഇച്ചുമ്മയുടെ കലാവിരുതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞേ എനിക്ക് തന്നിട്ടുള്ളൂ. പൂഞ്ചി ഇതിട്ടാ മതി. അത് മോന്റെ ചെറുതല്ലേ, ആ ചെരുപ്പ് ചെറുതല്ലേ. പൂഞ്ചിയുടെ ഇതിട്ടാ മതിയായിരുന്നു. കാലും നഖം കയറിപ്പോടി. എന്റെ നഖം കണ്ടോ ഷൂ ഇട്ടിട്ട്? നഖം കംപ്ലൈന്റ് ആയിട്ട് അടുത്ത നഖം വന്നോണ്ടിരിക്കുക. ഷൂ ഇട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. വരുന്നില്ലേ? വാ ആന്റി ആന്റി എന്ന് പറഞ്ഞ പുറകെ ഒരാൾ നടക്കുന്നുണ്ട്. വാ ആന്റി ചോറിനാന്ന്. ഇച്ചിരി ചോറ്, ശകലം ചോറ് മേടിച്ചു കൊടുക്കാം, അല്ല നാണക്കേടാന്ന്. വിച്ചു നീ ഇതിന്റെ അടി കൊണ്ട് വണ്ടി വരല്ലേ കേട്ടോ. ഒരു വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. അച്ഛനും അമ്മയും വന്നിട്ടില്ല, ചിലപ്പോൾ അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഇതല്ലെങ്കിൽ അവർ ചിലപ്പം പോന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇത് കൂടെ കയറും. അതൊക്കെ എല്ലാം ഉണ്ടാവും കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും, പേടിക്കണ്ട. സിന്ധമ്മയ്ക്ക് ഞങ്ങളുടെ അമ്പലം ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ട് കാണല്ലേ? വീഡിയോക്കകത്ത് എപ്പോഴെപ്പോഴും കാണാറുണ്ട്, ആദ്യമായിട്ട് കാണാണ് കേട്ടോ നേരിട്ട്. ഇന്നലെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഞങ്ങളുടെ ആനയോട് ഒരു സെൽഫി എടുക്കമേ ആലോചിച്ചു. ഞങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മക്കിത് പൊന്നാലോചിച്ചു. നമുക്കിവിടെ ജീവനുള്ള പണ്ട് കണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആനനെ. ചൂനയൊക്കെ വന്നിട്ട് എടുക്കാം കേട്ടോ. അച്ഛനും അമ്മ ഇവിടെ എവിടെയെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കി വെച്ചു. പോയോ? അങ്ങനെ അവര് വർത്താനമൊക്കെ പറഞ്ഞു പോവാട്ടോ. ഫോണും ക്യാമറയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നേരെ ഞങ്ങൾ ഇതേ ഊട്ടുപുരകളിട്ട് പോവാട്ടോ. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ആഹാരം കഴിക്കാവേ. സിന്ധോമ ഇവിടെ വന്നിട്ടേ ദേ അതെടുത്തടി ഇതെടുത്തടി കണിക്കൊന്ന പൂത്തിരിക്കുന്നത്. അതെടുത്തടി ഇതെടുത്തടി. അതാ ഞാൻ പറഞ്ഞേ, പരിഭ്രാന്തി പിടിക്കാണ് കേട്ടോ. അതേ വെള്ളത്തിന്റെ അടുത്ത് അതെടുത്ത് എന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ കാണിക്കട്ടെ. കണിക്കൊന്ന നിറച്ച്. വിഷു ആകുമ്പത്തേക്ക് കഴിയും. തന്നെ വളർത്തി പോയി മേടിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഒരു കറിയും മേടിച്ചിട്ടില്ല. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. നല്ല ചൂനക്ക് പിറന്നാൾ സദ്യ, ദേവിയുടെ പിറന്നാൾ സദ്യ ഒത്തി കഴിക്കുന്നു. ഒത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ പാട്. ആക്സിഡൻ്റ് നിങ്ങൾ കണ്ടത് അവള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അമ്മ വെള്ളം എടുക്കാൻ പോയിരിക്കുന്നു. ഇത് വെള്ളം എടുക്കാൻ പോയത് കേട്ടോ. വെള്ളം എടുത്തുണ്ടായിരുന്നു നോക്കി. അപ്പനാണ് 2-3 കസാര ഇട്ട് കൊടുത്തു. മാമൻ 2 കസാരയൊക്കെ ഇട്ട് കൊടുത്ത് 2 മക്കളെയും കയറ്റി ഇരുത്തി പൊക്കമൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുത്തു. വാ ചൂനി എന്ത് ഈ നാട്ടിൻ പുറത്തായതുകൊണ്ട് ഇങ്ങനത്തെ ശീലമൊക്കെ പഠിച്ചോളൂ അല്ലേ. പെങ്ങളിൻ്റെ കല്യാണിയുടെ പെങ്ങളാണ്. അല്ലാതെ നമ്മുടെ അവിടെ ഇങ്ങനെ ഇത്രയും അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാവുന്നായിരുന്നു. പക്ഷെ ഇവള് ഇപ്പൊ തന്നെ കണ്ടോ ഈ പാത്രം മേടിച്ചോണ്ട് പോകാനും മേടിക്കാനും ഒക്കെ പഠിച്ചത്. അയ്യോ പറവും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയാണ്. ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ. അമ്മ തിരക്കില്ലാത്തപ്പോ നിങ്ങളോട് സിന്ധമ്മ പോകുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കട്ടെ. സൂപ്പറാ. ആനയുടെ ഡ്രൈവറായി ഗൈസ്. ഉച്ചന്നിട്ട് നൈസ് ചെയ്ത് വണ്ടിയുടെ ഡ്രൈവറായോന്ന്. ഓക്കെ അല്ലേ? പോവാം.
ബാ ഓടിക്കോ, അല്ല ഹനനെ മേടിച്ചു കൊടുക്കേണ്ടി വരും. പോവാം. അപ്പം നമ്മൾ ഒരാളെ കാണാൻ സർപ്രൈസ് ആയിട്ട് പോവാം. കിങ്ങിണിമോക്ക് ഉറക്കം വന്ന് കണ്ണ് തൂങ്ങിയിരിക്കും കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് നമ്മൾ ഒരാളെ കാണാൻ സർപ്രൈസ് ആയിട്ട് പോവാം. അവരുടെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണേ, അവിടെ ആൾക്കാരുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നുണ്ട്. വേണ്ട, അതാണ് നമ്മൾ പോകുന്ന വീട് കേട്ടോ. നോക്കാം, ഏതെങ്കിലും കഥയൊക്കെ അടച്ചിട്ടേക്കുക. അപ്പുറത്ത് തുറക്കടി, തുറന്ന് വിട്ടിട്ട് പോവോ അല്ല ഇങ്ങോട്ട് വരുമോ? ഇപ്പോൾ കാറും ബുള്ളറ്റും ഒക്കെ അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് അവിടെ ആൾക്കാരുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ പോകാം. ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മുട്ടൻ പണി കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പം പണി കൊടുക്കാൻ ചെന്നിട്ട് ഇവിടെ ആരും ഇല്ലേ? എന്താ ഉടുപ്പില്ലാതെ വീടിയിട്ട് ഉടുപ്പിട്ടിട്ടില്ലേ? എന്തോ മാറ്റം വേണോ? ഞങ്ങൾക്ക് വേണം അത്. ഞങ്ങൾക്ക് എങ്ങനെയുണ്ട്? അല്ല അല്ല നിങ്ങൾ വരും, അല്ല നിങ്ങൾ വരും വരും പറയാൻ എന്നെ പറ്റിച്ചു. എന്താ ദൈവമേ, മതി ചക്കടാ. എന്റെ ദൈവമേ മതി. ഞാൻ പഴുത്തരാം. അല്ല നിങ്ങൾ ഇടുക്കിയിലോട്ട് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കല്ലേ ഇതേ? അപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടാ വന്നേന്നറിയാലോ? ഒന്ന് തിരിച്ചു കാണിച്ചേരി. വന്ന് കേറി എന്നാലും സിനിമയ്ക്കുള്ള സാധനം കിട്ടി കഴിച്ചു. യോഗ ഉള്ളത് തേടി വെക്കേണ്ടത് വന്ന് അന്നേരം എന്റെ മകൻ എടുത്തോണ്ട് തന്ന സാധനമാണ്. മകൾ വന്ന് വേറെ പൊളിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടോ. ഞാൻ ഫസ്റ്റ് തിന്നാമേ കൊതി കൊണ്ടാട്ടോ. അയ്യോ ചക്കയുടെ ആളാ ജാനി. ഞാൻ കൊടുക്കൂല, വേറെ എന്തും കൊടുക്കും. എനിക്ക് ഇന്നലെ ഒരു ഇതുണ്ടായിരുന്നു. ഇനി പെരുന്നാളൊക്കെ ഏതാണ് വരുമോ? ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിലോട്ട് പോയപ്പോ ഞങ്ങൾ വരുമോന്നൊക്കെ ഞങ്ങള് പറഞ്ഞു. മനസ്സിലായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി വീട്ടിലുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സർപ്രൈസ് തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ സർപ്രൈസ് പറഞ്ഞു. ചേച്ചി വീട്ടിലുണ്ടാവും സർപ്രൈസ് എന്നോട് ചോദിച്ചു സർപ്രൈസ് മനസ്സിൽ കെട്ടി ഉത്സവല്ലേ? അപ്പൊ ഞാൻ വന്നാലും ആദ്യമായിട്ട് അമ്മനെ കെട്ടിച്ചിട്ട് ഉത്സവത്തിന് ആരായാലും ഞങ്ങളുള്ളപ്പോ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയിട്ട് വന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ചക്കപ്പഴം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. ഓക്കെ, അതിനുള്ള ക്ഷമയോ. അമ്പലത്തിൽ പോയി ചോറൊക്കെ കഴിച്ചാണ്. കട ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങള് ഉള്ളതെല്ലാം കൂടെ വാരി വിറകി കൊണ്ടുവന്നു. അതിനകത്ത് വട്ടിയപ്പോ സുധാമ വന്നു കേട്ടോ. അപ്പം വന്നു വേണ്ടേ, നാരങ്ങ വെള്ളം ജ്യൂസും ഒക്കെ കിട്ടി കുടിച്ച്. നല്ല ചൂടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് അന്നേരം തണുത്ത കിട്ടി. ഒന്നും കൂടെ അതെ അതെ. എന്നെ അമ്പലത്തിലും പോയി സദ്യ കഴിച്ചിട്ടേ വന്നപ്പോഴത്തേന് ശരിക്കും മടുത്ത്. കഴിച്ച് ചുമ്മാ അല്ലടി, അവിടെ ചെന്നപ്പോ പായസവും ഇല്ലായിരുന്നു. ഇപ്പഴാ ഞങ്ങക്ക് മനസ്സിലായത്. കണ്ടോ? ആണോ? ആണോ? ഞങ്ങൾക്ക് പായസം കിട്ടിയില്ല, സദ്യ കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇനി വൈകിട്ട് അമ്പലത്തിനകത്ത് കയറിയില്ല, വന്ന വഴിയല്ലേ. ഇനി അമ്പലത്തിനകത്തൊക്കെ ഒന്ന് കയറണം. എന്നാൽ ഞങ്ങൾ ഇനിയിപ്പോൾ താലിയൊക്കെ ഇങ്ങനെ ഇറക്കാനായിട്ടൊക്കെ തുടങ്ങുമല്ലേ. അപ്പം പിന്നെ വണ്ടിക്ക് അങ്ങോട്ട് തിരക്കായിരിക്കും. എന്തേക്ക് ഇങ്ങനെയുമ്പോൾ ഉറക്കം വന്നു. ആ അല്ല രാത്രി രാത്രി നമുക്ക് നോക്കാം. നല്ലൊരു അവിടെ അടിച്ചു വരണ അല്ല എന്നെ എങ്ങനെയെങ്കിലും
എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? സിന്ധു ഐസ്ക്രീം ഒക്കെ തിന്നുമ്പോ ഞാൻ നൈസായിട്ട് അതൊക്കെ കഴിക്കും. സിന്ധു ഇവിടെ കൈകൊന്നും ഉണ്ടാവില്ല. അല്ലടി അതൊരു അതിതാണ്ട് ഒരു കഴിവാത്. അത് തന്നെയില്ല. ഞാൻ എന്റെ ദൈവമേ ഈ ലാസ്റ്റത്തെ അമ്മയായിട്ട് ചെയ്തില്ലേ, അത് ഇത്രയാണ് 4 പ്രാവശ്യം മൊത്തം അടിച്ചു. ആണോ? കണ്ടിന്യൂ ചെയ്യണം. അവിടെ നിർത്തിക്കളെ. ഞാനത് കൊണ്ട് മനസ്സിലായി. വന്നതേ എനിക്കിത് എടുത്തു തന്നിട്ടുണ്ട് ചക്കപ്പഴമൊക്കെ. ചക്ക പഴുത്തത് കഴിക്കാൻ പറ്റില്ല, ഇവിടുന്ന് കൊടുത്തു വിട്ടപ്പ. അതെ ഇതിപ്പോ അല്ല പഴുക്കാൻ പറ്റൂ. നല്ലതായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഞാൻ പഴുക്കാൻ പറ്റായിരുന്നു. നല്ലതായിരുന്നു. എറണാകുളത്ത് കൊണ്ടു. ആണോ? നല്ല സൂപ്പറായിരുന്നു. ആണോ? കൊടുത്തു. നീ എന്നാ നിങ്ങൾ വീട്ടിൽ പോന്നെ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് വൈകിട്ട് തോന്നുമ്പോ അങ്ങോട്ട് പോകും. അങ്ങനെ ഇന്ന സമയത്തും ഇല്ല. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ കണ്ണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണ് തുറന്നാന്ന് ചോദിച്ചു വിളിച്ചതാ. വേണ്ട മോനെ, എനിക്ക് പേടിയാടി. ഭയങ്കര പേടിയാ. എനിക്ക് ഭയങ്കര പേടിയാ പട്ടി പശു. ലാബ് പഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. മറ്റേ ശ്രീദേവ് എത്രയുണ്ട്. ഷൂനെ ഫുട്ബോളിന് ചേർക്കാനാ ഇവര് പറയുന്നത് കേട്ടോ. ആക്ടിവിറ്റീസ് ആയിരിക്കും പിള്ളേർക്ക് ഇതിനോടുള്ള ഇത്. പിന്നെ ഫോൺ അഡിക്ഷൻ അത് മാറും. കൂടുതലൊക്കെ ഇത്രയും ചോറ് കഴിച്ചിട്ട് വന്ന് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. പുള്ളിയൊക്കെ ആയിട്ട് അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഒന്നും വേണ്ട. മതി 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 മതി. ഇനി മിറ്റത്തൊരു ചാമ്പയ്ക്കില്ല, അതിൻ്റെ അടുത്തോട്ട് ഒന്ന് പോകാം. അപ്പൊ നല്ല ചാമ്പങ്ങ ഇത്. ഇന്നാള് പണ്ട് നമുക്ക് സതീശിഞ്ഞേട്ട കൊണ്ട് തന്ന ചാമ്പങ്ങ എപ്പോഴും ആണോ? ആണോ? അതല്ലേടി ഇവരൊക്കെ പറിച്ചതിനകത്ത് പുഴു ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരെണ്ണം പറിച്ചു നോക്കട്ടെ. ഞാൻ പറിക്കുന്നതിനകത്ത് പുഴു കാണത്തില്ല. കണ്ടോണം. എന്തോ മാതാവേ, എന്തേലും ഇട കൊച്ചേ താഴെ കിടക്കുന്നേ. ഇത് നോക്ക്. അല്ലേ പുഴു അല്ലേ? പുഴു അതെന്നാടാ? പുഴുവല്ലേ ഇത്? പുഴുവാണ്. അയ്യോ അതെ കേട്ടോ. അയ്യോ എന്തേലും നടക്കുന്ന. പക്ഷേ കൊറേ കിടക്കണ്ട ഇതിനകത്ത് നിറയുണ്ട്. അയ്യോ നിറച്ചു പുഴുപടി. അത് ഈ ചാമ്പക്ക ഇതിന്റെ ഹൈബ്രിഡ് ഏതാണ്ടല്ലേ. ഇതിന് കുരുവില്ലല്ലോ. പച്ചയെങ്കിലും പറിച്ചു നോക്കിട്ട കാര്യമുള്ളത്. പച്ച പറിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കകത്ത് പുഴുവില്ല, പഴുത്തേനകത്താ പുഴു. നല്ലതായിരുന്നു. പക്ഷെ ഇത് അത് ഇവര് ഈ ചാമ്പക്കൊക്കെ എന്തോ പ്രത്യേകത പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പഴുത്തില്ലേ, 2 മാസം മുമ്പ് പഴുത്തുന്നല്ലേ. അന്നേരം ഒന്നിനും ഒരു കുഴപ്പമുണ്ടായില്ല. അന്നേരം ഒരു ചാമ്പക്കും പ്രശ്നം ഉണ്ടായില്ല. 2 ഇളങ്ങളുണ്ട്. അതുകൂടെ അമ്മൂനെ കൊണ്ട് തീറ്റിക്കും കേട്ടോ. 2 ഇളങ്ങളുണ്ട്. അതെ അവള് പോയി വണ്ടിയെ കേറി. എന്നറിയോ, ഉറക്കം വന്നിട്ട് ഒന്നും മേലതാ. നാളെ വരുന്നുണ്ട് ഞാൻ. ഇന്നിപ്പം ഇവിടെ താലിയും കാര്യങ്ങളൊക്കെ വരുമ്പം വഴി ബ്ലോക്ക് ആവും. പിന്നെ പോക്ക് പാടാവും. ഇന്നലെ പോയിട്ട് കൊറേ ഓടിച്ചിട്ട് പിടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണും. അല്ല നമുക്ക് സന്തോഷമല്ലേ വെച്ച് എങ്ങനെ ആൾക്കാരൊന്നും മിണ്ടുമ്പോ അല്ലേ? ചക്ക വെറുതെ കാശ് മുടക്കില്ലാതെ. അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് നാളെ വരാം കേട്ടോ. ഓക്കെ. അതിനെ ഞാൻ വന്നത് നിങ്ങൾ വരാത്തത്. ഇനി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണോ എന്ന് ഓർത്തോണ്ട് നിങ്ങളെ വിളിക്കുകയും കൂടി ചെയ്യാന്നോ ഞാൻ വന്നേക്കുന്നത്. അല്ല പോലെ നാളത്തെ നമുക്ക് ഒരുമിച്ച് പോയേക്കാം. എനിക്ക് വണ്ടി ബസ്സിന് പോകണ്ടല്ലോ. കയറുമല്ലോ.
അല്ലേ ഇത് വ്യാഴാഴ്ചക്ക് ആകുമ്പോൾ വലിയ ശനി ഞായർ 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ ഫുൾ ടൈം ഫ്രീ ആണ്. ആണോ? അത് 1.5 മണിക്കൂറുള്ളൂ 3 ദിവസം. എന്നാലും എനിക്കും മടിയാ. ചില നേരം എനിക്ക് മടിയാവും. ചില നേരം കഴിഞ്ഞ ഈ ഞായറാഴ്ച ഭയങ്കര മടിയായിരുന്നു. ചൂട് വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിള്ളേരെ പഠിപ്പിക്കണോ, പിള്ളേരെ അവസ്ഥ റൺ ചെയ്യണ്ട്. വെറുതെ ഇരിക്കണ പരിപാടി ഉണ്ടല്ലോ. എന്തായാലും ഞങ്ങൾ ഒരു സിന്ധു എടുത്തു. ഓക്കെ ഇറങ്ങാടി വെച്ചേ കഴിഞ്ഞോ? സെയിം തന്നെ 2 കൊണ്ട് കൊടുത്തു. നാളെയൊക്കെ ഉണ്ടാക്കി തിന്നണം. എന്നാ ഉണ്ട് വേറെ വിശേഷമൊക്കെ? നല്ല വിശേഷം. എനിക്ക് വിശേഷത്തിന് ഒന്നും കുറവില്ല. വർത്താനം പറഞ്ഞു ചൂടാണോ? ചൂടുകൊണ്ടോ അല്ലെങ്കിൽ കിടക്കണം തന്നെ തോന്നുന്നു. ശരീരത്തിന് ബലം കിട്ടുന്നില്ല. കാലത്ത് കുളി കഴിഞ്ഞ് 10 മണി ആണോ? എനിക്ക് വന്ന നേരമാണ് ചായയൊക്കെ കുടിച്ചത്. ആ കുടിക്കാൻ എനിക്ക് വേണ്ടി കൈ ഇവിടെ ഈണം കൊടുത്ത് ഇങ്ങനെ ഗതികൾ മേപ്പോട്ട്. ആണോ? ഞാൻ അമ്മൂന്റെ വിഷ്ണുവിന്റെ വീഡിയോക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മനെ കാണിയല്ലേ, അന്നേരം ഞാൻ ഓർക്കിച്ചോ ഒന്ന് പറഞ്ഞു ഇത്രയും ദൂരമല്ലേ, ഭയങ്കര പാടാന്നേ. 5-5.5 മണിക്കൂർ ബസ്സായിരിക്കണം. മടുത്തു പോവും. അതായി വരാതിരുന്നത്. പിന്നെ ഞാൻ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് അമ്മൂമ്മനെ കാണാതെ പോയാ ദൈവദോഷം കിട്ടിയല്ലേ എനിക്ക്. അത് ശിശിയൊക്കെ അതെ. അതൊന്നുമല്ല അതെ, ഒന്നും കൊണ്ട് തരുന്നതിനകത്തൊന്നുമല്ല. അമ്മമാരുടെ അടുത്തും അപ്പന്മാരുടെ അടുത്തും ഒന്ന് കാണുന്ന അതെ. ഒരാളെ കാണുന്നത് ഇപ്പൊ ഞാനൊരാളെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം, മനസ്സിന് സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ. ഒരു വിശേഷവും ഇല്ല. അമ്പതി പോയി കേട്ടോ സുധാമ. ഞാൻ വന്നപ്പോ കഴിക്കാനായിട്ട് കൂട്ടിപ്പം വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറി ഡ്രസ് മാറി സമയമായതേ ഉള്ളൂ. പക്ഷെ സിന്ധമ്മ വന്നേക്കണ ഉത്സവം കഴിഞ്ഞ കാലത്തൊക്കെ അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം മത്സരമൊന്നുമില്ല. ഇത്തിരി ഒരു ചേഞ്ച് വരുന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. 6-7 ദിവസം ഉത്സവല്ലേ, 7 ദിവസം കണ്ടുണ്ട്. പക്ഷെ ഞാനിന്ന് പോയിട്ടും ദേവിനെ കണ്ടില്ല. ശ്രീ ഭൂതബലിയായിരുന്നു. ക്ഷേത്രപാലകന് കഴിഞ്ഞ അതിന് വേണ്ടിട്ട് വാതില് അടച്ചേക്കണം. അതാരണം കൊണ്ട് ഞാൻ അച്ഛനവിടെ ഒന്ന് പറയൊക്കെ നിറച്ച് ഞങ്ങള് പോകുന്നു. വൈകിട്ട് കയറാം. ഇനിയിപ്പോ ഞങ്ങള് കുളിച്ച് പോവാൻ വേണ്ടി ഇനിയിപ്പോ വൈകിട്ട് കയറാതെ ഈ ബസ്സിലൊക്കെ കയറി വന്നതല്ലേ. ഇനി കുളിച്ചിട്ട് അത് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോവാൻ പറ്റില്ല. അത് അത് ഇന്ന് തുറന്ന് ഞാൻ കണ്ട് വെളിയിൽ നിന്ന്. എല്ലാത്തിനും ഈ ഉത്സവങ്ങൾക്കാണ് കൂടുതൽ ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്നുണ്ടല്ലോ ജാനിയുടെ പാത്രം കൊണ്ട് പോക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അമ്പലത്തിലെ ഉത്സവത്തിന്റെ. അവളിപ്പൊ 3 വയസ്സിലായിരുന്നു. നമ്മുടെ അവിടെ ഇങ്ങനെ പിള്ളേർ അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും ഇല്ല, അറിയത്തില്ല. അവള് തന്നെ പോയി. ഇവിടെ മാസം എല്ലാം എപ്പോഴും ഉത്സവല്ലേ. ഇവിടെ ആ പാത്രം പിടിച്ചോണ്ട് പോയി എല്ലാം മേടിച്ച് പൂഞ്ചിയോളൂ മേടിച്ച് തന്നെ. അവിടുത്തെ പിള്ളേർക്ക് നമ്മള് മേടിച്ച് വാരി കൊടുക്കണം. ഇത് അങ്ങനൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ പോകുമ്പോ രാത്രി ആയാലും ഞങ്ങൾ കഴിക്കും. അപ്പൊ അങ്ങനെ കേട്ടോ. ഉത്സവമാണോ സത്യം പറഞ്ഞു. പായ വന്നിട്ടുണ്ട്. പായ ഇറങ്ങിപ്പോയി കുളിക്കാൻ പോവാൻ തോന്നി. ഇനി അടുത്ത ട്രിപ്പ് പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ അടുത്തത്. കുളിച്ചോ? അതെ. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം കൂടെ വെച്ച് വൈൻഡപ്പ് കൊടുക്കാം അല്ലേ? എന്താന്ന് വെച്ചാൽ നാളെ വീഡിയോ ഇടണമെങ്കിൽ രണ്ടും ഒന്നിനൊന്നിന് കട്ടയ്ക്ക് നിൽക്കുന്നു കേട്ടോ. ഭംഗിയുണ്ട്. ഭയങ്കര സന്തോഷമായി. കാരണം കുറെ നാളുകളായില്ലേ വന്നിട്ട്. എന്റെ പൊന്നമ്മ ഇനി വരാൻ പറയരുത്. കാരണം 5.5 മണിക്കൂറൊക്കെ എനിക്ക് ബസ് ഇരിക്കാൻ പറ്റത്തില്ല. അടുത്ത് ഉപ്പാട് കൂടി ഇന്നത്തെ യാത്ര. പിന്നെ ഈ സ്കൂട്ടി ഇത്രയൊക്കെ ആവും ഓർത്തല്ലോ. അതും കൂടി എനിക്ക് ചാവാൻ
ബെൽറ്റൊക്കെ ഇട്ട് പറഞ്ഞത് എന്നാ അമ്മ ഉടനെ ഒന്നും മേടിക്കത്തില്ല. അത് കൊള്ളാം. അപ്പൊ ചിലപ്പോ നടക്കുമായിരിക്കും, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉത്സവത്തിന് വന്നപ്പോഴല്ലേ സുധാമ നാക്ക് പൊന്നാവട്ടെ, നടക്കട്ടെ, അടുത്ത പ്രാവശ്യത്തെ വരവ് കാരണമാകട്ടെ. ആഗ്രഹിക്കാനുള്ളത് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ കുരോളം കിട്ടുള്ളൂ. കിട്ടുള്ളൂ. അപ്പൊ തത്തമ്മ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നു, പോകാനായിട്ട് റെഡിയാകുന്നു. അച്ഛൻ ചെടിക്ക് വെള്ളം ഒഴിക്കുക പരിപാടി ചെയ്യാനായിട്ട് മിറ്റത്തുണ്ട്. വിഷ്ണു വന്നതേ പോയി. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. വിശേഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ബാക്കിയുള്ള നല്ല നല്ല കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണിക്കാം. അല്ലേ? ഓരോന്നായിട്ട് കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് വിശേഷങ്ങളൊക്കെ കുറെ കൂടെ ഉണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടി പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, കൂടുതൽ കമന്റ് അതന്നെ ബെല്ലൊക്കെ അടിച്ചു പൊട്ടി. ഇടിച്ചു ഓക്കെ ബൈ ഗൈസ്.